ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ ഇന്നാദ്യം ചിന്താമൃതം. പത്തനംതിട്ട അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ വിരാട് ആദികേശവാണ് ഇന്ന് ചിന്താമൃതത്തിൽ പങ്കെടുക്കുന്നത്. രാമായണത്തിലെ സുമന്ത്രനെ പോലൊരു മന്ത്രിക്ക് ഭാരതീയ രാഷ്ട്രഭരണത്തിൽ രാജ്യതന്ത്രം ഉപദേശിക്കുവാൻ വേണ്ടി നൽകിയ സ്ഥാനം ഉചിതമോ? ഈ വിഷയത്തെക്കുറിച്ചാണ് വിരാട് ആദികേശവ് ഇന്ന് തന്റെ ചിന്തകൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്ക് കേൾക്കാം. ആരംഭിക്കാം ചിന്താമൃതം. ഓം അമൃതേശ്വരേ നമഃ. സത്യസന്ധനും ദീർഘദർശിയും പൗരജനപ്രിയനുമായ ദശരഥ മഹാരാജാവിന്റെ മന്ത്രിയായിരുന്നു സുമന്ത്രർ. മഹാരാജാവിന്റെ വിശ്വസ്തനായിരുന്ന അദ്ദേഹം ഒരു സാമൂഹിക വ്യക്തി എന്ന നിലയ്ക്ക് ഒരു ഭരണാധിപൻ സ്വീകരിക്കേണ്ട ധാർമ്മികമായ കടമകളെക്കുറിച്ച് മഹാരാജാവിനെ ഉപദേശിക്കാറുണ്ടായിരുന്നു. ഉപദേശം നൽകൽ മാത്രമല്ല, രാജതന്ത്രം എന്ന ധർമ്മത്തെ ആവിഷ്കരിക്കാൻ കഴിയുന്നവർ കൂടിയാവണം മന്ത്രിമാർ. രാജനീതിയെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ഒരാൾക്ക് ഉത്കൃഷ്ടനായ മന്ത്രിയാവാൻ സാധിക്കൂ. ശ്രീരാമൻ കാനനവാസത്തിന് തയ്യാറാകുമ്പോൾ രാജാവിൻ്റെ ധർമ്മം രാജ്യം ഭരിക്കുക എന്നതാണെന്ന് ഉപദേശിക്കാതെ സങ്കടത്തോടെയെങ്കിലും ശ്രീരാമ ലക്ഷ്മണന്മാരെയും സീതയെയും തേരിൽ കയറ്റി വനത്തിൽ കൊണ്ടുവിട്ട് മടങ്ങിയെത്തി കടമ നിർവഹിക്കുന്ന സുമന്ത്രരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ആന്തരികാവസ്ഥ കൂടി അറിഞ്ഞ് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളായിരിക്കണം ഒരു മന്ത്രി എന്ന് സുമന്ത്രരിലൂടെ ഇതിഹാസകാരൻ അവതരിപ്പിക്കുന്നു. രാമാഭിഷേകം മുടങ്ങിയതിൽ ജനരോഷം രാജാവിനെതിരാവാതിരുന്നത് സുമന്ത്രരുടെ നയപരമായ ഇടപെടൽ മൂലമാണ്. വനത്തിൽ നിന്നും തിരിച്ചെത്തുന്ന സുമന്ത്രരോട് കൗസല്യ സീതയെക്കുറിച്ച് അന്വേഷിക്കുകയും ഇക്ഷ്വാകു വംശത്തിൻ്റെ ഗതികേടിനെ കുറിച്ച് പരിതപിക്കുകയും ചെയ്യുമ്പോൾ സീതയെക്കുറിച്ച് അന്വേഷിക്കുകയേ വേണ്ട എന്നാണ് സുമന്ത്രർ പറയുന്നത്. കാരണം രാമൻ കൂടെയുള്ളപ്പോൾ അയോധ്യയും അടവിയും സീതയ്ക്ക് സമമാണ്. സീതയുടെ ലോകം തന്നെ രാമനാണ്. ഇത് പറയുമ്പോൾ സ്ത്രീ ധർമ്മം എന്താണെന്ന് കൂടിയാണ് സുമന്ത്രർ വ്യക്തമാക്കുന്നത്. രാജാവിനും പ്രജയ്ക്കുമിടയിൽ ഒരു പാലമാണ് മന്ത്രി. ദശരഥന്റെ ചിരകാല സുഹൃത്തും മാർഗദർശിയും സേവകനുമാണ് സുമന്ത്രർ. ഭരതന് മികച്ച ഭരണം കാഴ്ചവെക്കാനായത് സുമന്ത്രരുടെ പിൻബലം കൊണ്ടാണ്. തുടർന്ന് രാമരാജ്യം വന്നപ്പോഴും ഭരണ സംവിധാനം സുമന്ത്രരുടെ പക്വമായ കരങ്ങളിലായിരുന്നു. കൊട്ടാരത്തിലെ ഉപജാപങ്ങളിലൊന്നും സുമന്ത്രരുടെ പേരില്ല. എല്ലാ രഹസ്യങ്ങളും അറിയാമായിരുന്നിട്ടും ഒരട്ടിമറിക്കും ആ ദേശഭക്തൻ ശ്രമിച്ചില്ല. മറിച്ച് ഉപജാപ ശ്രമങ്ങളെ ഇല്ലാതാക്കാനാണ് ഉണർന്നു പ്രവർത്തിച്ചത്. രാജ്യത്തിൻ്റെ കീർത്തിക്ക് ഒരു മന്ത്രിയുടെ സ്ഥാനം എന്താണെന്നും മന്ത്രി എങ്ങനെ പ്രവർത്തിക്കണമെന്നും സുമന്ത്രർ നമുക്ക് മനസ്സിലാക്കി തന്നു. രാജ്യത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥകളിൽ സന്ദർഭോചിതമായി തീരുമാനങ്ങൾ കൈക്കൊണ്ട് നല്ലൊരു ഭരണ സംവിധാനം നടപ്പിലാക്കാൻ സുമന്ത്രരെ പോലെ നമ്മുടെ ഭരണാധിപന്മാർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.